ആരംഭിക്കാം. ബാങ്കിന്റെ സെക്രട്ടറി ശ്രീ ജോജോയെ ക്ഷണിച്ചു. ഇന്നത്തെ ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന നമ്മുടെ ബാങ്കിന്റെ പ്രസിഡന്റ്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സണ്ണിച്ചേട്ട, ഇന്ന് നമ്മുടെ ഈ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ഉദ്ഘാടനം നമുക്ക് വേണ്ടി നിർവഹിക്കാമെന്ന് ഏറ്റിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ഏതാനും സമയം കൊണ്ട് ഇവിടെ എത്തിച്ചേരും. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം.എൽ.എ. നമ്മുടെ ആംബുലൻസിലോ ആധുനിക ഉപകരണങ്ങൾ ഓൾറെഡി കൈമാറി കഴിഞ്ഞു. നമ്മൾ അതിന്റെ ഉദ്ഘാടനം നടത്തി. സാറിന് തിരക്കുണ്ടായിരുന്നുകൊണ്ട് ഇവിടെ നിന്ന് കടന്നുപോയ പ്രതീക്ഷ കളത്തിൽ സാർ ഞങ്ങളുടെ അസിസ്റ്റന്റ് രജിസ്ട്രാറാണ് ഇരിട്ടിയിലെ. ഇന്ന് നമ്മുടെ കുറച്ച് കുട്ടികളെ ഇവിടെ ആദരിക്കണം. നിങ്ങൾക്കറിയാം, പേരാവൂർ മേഖലയിൽ നിന്ന് നമ്മുടെ ലങ്കാടി എന്നൊരു പുതിയ ഒരു കായിക ഇനത്തില് നാഷണൽ ലെവലിൽ, അതുപോലെ തന്നെ നേപ്പാളുമായിട്ടുള്ള ഒരു ഇന്റർനാഷണൽ മത്സരവും ജയിച്ചു വന്ന നമ്മുടെ പേരാവൂരിന്റെ സ്വന്തം ചുണക്കുട്ടികളായിട്ടുള്ള കുട്ടികളുണ്ട്. അവരുടെ കോച്ച് തങ്ങഞ്ഞേട്ടനുണ്ട്. ഇവരെ നമ്മൾ ആദരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ആർച്ച് പ്രീസ്റ്റ് മാത്യു തെക്കേമുറി അച്ഛനാണ്. പ്രിയപ്പെട്ട അച്ഛ, നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജൂബിലി ചാക്കോ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബൈജു വർഗീസ്, വാർഡ് മെമ്പർ രാജു, അതുപോലെ തന്നെ വാർഡ് മെമ്പറായിട്ടുള്ള നൂർദീൻ, പിന്നെ നമ്മുടെ ഹൈസ്കൂളിന്റെ HM ഇവിടെ ആശംസ അർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് സണ്ണി സാറ്. ഇന്ന് ഇവിടെ നന്ദി രേഖപ്പെടുത്തുന്ന വിനോദ് ഡയറക്ടർ, മറ്റ് ഡയറക്ടർമാരെ, ജീവനക്കാരെ, പ്രിയമുള്ളവരെ, ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷം നമ്മുടെ ബാങ്കിന്റെ വാർഷിക പൊതുയോഗത്തിന്റെ സമയത്ത് നമ്മുടെ ലാഭം എങ്ങനെയൊക്കെ വിഭജിക്കണം എന്നൊരു ചർച്ച വന്ന സമയത്ത് പ്രസിഡന്റുമൊക്കെ ഒരു ഐഡിയ പറഞ്ഞതാണ്. നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക്, രോഗികൾക്കായിട്ടുള്ളവർക്കൊക്കെ എന്തെങ്കിലും ഒരു സഹായം നമ്മുടെ ബാങ്കിന്റെ ലാഭം കൊണ്ട് നമുക്ക് കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ അജണ്ടയിൽ നമ്മൾ കാരുണ്യനിധി എന്നൊരു ഫണ്ട് രൂപീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും അന്നത്തെ ബൈലോയിൽ അത് ഉൾപ്പെടുത്തുകയും ചെയ്തത്. ആ കാരുണ്യനിധി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സമൂഹത്തില് തീരെ പാവപ്പെട്ടവരും അല്ലാത്തവരുമായ രോഗികൾക്ക്, ഇപ്പം പാവപ്പെട്ടവരെന്ന് മാത്രമല്ല നമുക്ക് പറയാൻ പറ്റുക. കാരണം അവർക്ക് എന്തൊക്കെ പല രീതിയിലുള്ള ആവശ്യങ്ങളുണ്ടാവും രോഗികൾക്ക്. അങ്ങനെയുള്ള ആവശ്യങ്ങൾ നമുക്ക് ബാങ്കിന്റെ നേതൃത്വത്തിൽ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുവാൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു പ്രസിഡന്റിന്റെ ഒരു ആലോചന. നമുക്കറിയാം, ഈ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ ഒത്തിരി കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും അത് മറ്റുള്ളവരും അതുപോലെ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട സണ്ണിച്ചേട്ടൻ. ഈ കഴിഞ്ഞ ദിവസം നമുക്ക് ഇപ്പോൾ ഒരു TV-യുടേതായിട്ടുള്ള ഒരു റീൽസ് നിങ്ങൾ കണ്ടു കാണും. അതിനകത്തൊക്കെ ഇപ്പോ ഒരു ഏക്കറോളം സ്ഥലം സ്വന്തമായിട്ട് മേടിച്ച് അതിൽ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും ഒക്കെ മുൻകൈ എടുക്കുന്ന ആളാണ് നമ്മുടെ പ്രസിഡന്റ്. നമുക്ക് അതിൽ അഭിമാനിക്കാം. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നമുക്ക് ഇത്തരം ഒരു ചിന്താഗതികളൊക്കെ നമ്മുടെ മുമ്പിലോട്ട് കടന്നു വരുന്നത്. ഈ ഒരു അവസരത്തിന് നമ്മൾ ബാങ്ക് ആലോചിച്ചപ്പോൾ നമുക്കൊരു ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ, ഒത്തിരി ഇല്ല, ഒരു 5-6 ലക്ഷം രൂപയുടെ ഒരു സാധനങ്ങൾ പാലിയേറ്റീവ് കെയറിലോട്ടും ഒരു 2.5-3 ലക്ഷത്തിൽ താഴെയുള്ള സാധനങ്ങൾ ആംബുലൻസിലോട്ടും കൂടെ നമ്മൾ ഇപ്പോൾ മേടിച്ചിട്ട് അതിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, എത്ര പണക്കാരാണേലും പാവപ്പെട്ടവരാണേലും ഒക്കെ ഇപ്പോൾ ഒരു രോഗി വന്ന് ചിലപ്പോൾ ചില ആക്സിഡന്റ് വന്ന് ഒരാള് പണം ഉണ്ടെങ്കിൽ പോലും അവർക്കൊരു ഓക്സിജൻ കോൺസെൻട്രേറ്ററോ അങ്ങനെയുള്ള വില കൂടിയ 10-40,000 രൂപ വിലയുള്ള മെഷീൻ വീട്ടിൽ മേടിച്ച് വെക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. കാരണം ഒരു 2-3 ആഴ്ച അത് കഴിഞ്ഞാൽ ആ രോഗിക്ക് അത് ആവശ്യം വരില്ല. അപ്പോൾ അത് പിന്നീട് ഉപയോഗശൂന്യമായി തീരും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇവിടങ്ങളിലൊക്കെ പല പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഉണ്ട്. അവരൊക്കെ ചെറിയ കട്ടില്, വോക്കർ, അങ്ങനത്തെ സാധനമാണ് കൊടുക്കുന്നത്. നമ്മളുടെ അടുത്ത് ഓക്സിജൻ കോൺസെൻട്രേറ്റർ തന്നെ നമുക്ക് 3 എണ്ണം ഉണ്ട്. അതുപോലെ നല്ല സ്റ്റാൻഡേർഡ് കട്ടിൽ നിങ്ങൾക്ക് ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിനായിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹോസ്പിറ്റലിൽ ഉള്ളതിനേക്കാളും നല്ല സ്റ്റൈലായിട്ടുള്ള കട്ടിലുകളും ഉപകരണങ്ങളും എക്യുപ്മെന്റ്സും എല്ലാമാണ് നമ്മളിവിടെ ജനങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. നമുക്കറിയാം, അതോടൊപ്പം തന്നെ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പെട്ടെന്ന് ആലോചിച്ച ഒരു കാര്യമാണ്, നമ്മൾ ഈ മിഷൻ ഇങ്ങനെ കൊടുത്തുവിട്ട് ആ രോഗി പിന്നെ എന്ത് ചെയ്തു എന്ന് അന്വേഷിക്കാതിരുന്നതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് കഴിഞ്ഞ 2 ബോർഡുകളിൽ നമ്മൾ ആലോചിച്ചപ്പോൾ ബാങ്ക് തന്നെ ഒരാളെ അതിന്റെ ശുശ്രൂഷയ്ക്കായിട്ടും കൂടെ നിയോഗിക്കുകയാണ്. അതിന്റെ ഒരാളെയും കൂടെ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇന്ന് ഇവരും ഒരു നേഴ്സ് നമുക്ക് നമ്മുടെ കൂടെ
ഇപ്പോൾ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളിലും, അതായത് നമ്മളൊരു രോഗിക്ക് ഒരു കട്ടിലോ സാധനങ്ങൾ എന്തെങ്കിലും ഒരു ഉപകരണം കൊടുത്തു വിട്ടാൽ ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ആ വീടുകൾ സന്ദർശിച്ച് ആ രോഗിയുടെ സ്ഥിതിവിവരങ്ങൾ അന്വേഷിക്കുക, നമ്മുടെ മെഷീന്റെ പ്രവർത്തനങ്ങളൊക്കെ തൃപ്തികരമാണെന്ന് ഉറപ്പുവരുത്തുക എന്നീ കാര്യങ്ങളിലൊക്കെ ചുമതലപ്പെടുത്താൻ വേണ്ടി നമുക്കൊരു സ്റ്റാഫിനെ തന്നെ നമ്മൾ നിയോഗിച്ചിട്ടുണ്ട്. അതും ബാങ്കിന്റെ ചെലവിൽ തന്നെയാണ് നമ്മൾ നടത്തുന്നത്. ഈ ഒരു സംരംഭത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും കൂടെ നമുക്ക് ആവശ്യമാണ്. കാരണം നമ്മൾ അതായത് ഇതിന്റെ ഒരു വാടകയായിട്ടോ സെക്യൂരിറ്റി ആയിട്ടോ ഒന്നും ഒരു പൈസയും നമ്മൾ മേടിക്കുന്നില്ല. എല്ലാം വില കൂടിയ ഉപകരണങ്ങളാണ്. കട്ടിലുകൾ പോലും 22,000 25,000 കട്ടിലുകളാണുള്ളത്. ഓക്സിജൻ കോൺസെൻട്രേറ്റർ ആണെങ്കിൽ 35,000-40,000 രൂപയ്ക്ക് അടുത്ത് വിലയുള്ളതാണ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഒക്കെ. അതൊക്കെ കൊണ്ടുപോകുന്ന ആളുകൾ അതിൻ്റെതായ രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം. എങ്കിൽ മാത്രമേ നമുക്ക് അത് അടുത്ത ആളുകൾക്കായിട്ട് കൊടുക്കുവാനും സാധിക്കുകയുള്ളൂ. ഈ ഉപകരണങ്ങൾ, ഒത്തിരി ഉപകരണങ്ങൾ കാണാം. ഇന്നത്തെ അതോടൊപ്പം തന്നെ നമ്മൾ ഉള്ളത് നമ്മുടെ ആംബുലൻസിൽ ഒരു ഐസിയുവിന്റെ ചെറിയ സംവിധാനം, ഫുൾ ഐസിയു വെന്റിലേറ്റർ അടക്കം നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. എങ്കിൽ പോലും ഒരു അത്യാവശ്യം ജീവരക്ഷാ ഉപകരണങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ 2 ലക്ഷം രൂപയും കൂടെ മുടക്കി നമ്മൾ ആംബുലൻസിനും തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പിള്ളേരെ നമ്മൾ ഇന്ന് ആദരിക്കുന്നുണ്ട്. ഈ ചടങ്ങുകളിലൊക്കെ ഇന്ന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് ഇന്ന് ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന നമ്മുടെ ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ സണ്ണി അവരുകളെ ഏറ്റവും സ്നേഹപൂർവ്വം നമ്മുടെ എല്ലാവരുടെയും പേര് ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ MLA വരുമ്പോൾ MLAക്ക് പ്രത്യേകം സ്വാഗതം ആശംസിച്ചുകൊള്ളാം. നമ്മുടെ അതുപോലെ തന്നെ അസിസ്റ്റന്റ് രജിസ്ട്രാർ നമ്മുടെ ആംബുലൻസിന്റെ ഉപകരണ കൈമാറ്റം നടത്തി കടന്നുപോയി. പിന്നീട് നമുക്കിവിടെയുള്ളത് ഇവിടെയുള്ളത് നമ്മുടെ വികാരി അച്ഛനാണ്. നമ്മുടെ പേരാവൂർ ഫറോനയുടെ ആർച്ച് പ്രീസ്റ്റ് മാത്യു തെക്കേമുറി അച്ഛൻ. നമ്മുടെ ഇന്ന് ഈ ലങ്കാടി കുട്ടികളെ അനുമോദിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആർച്ച് പ്രീസ്റ്റ് മാത്യു തെക്കേമുറി അച്ഛനെ ഏറ്റവും സ്നേഹപൂർവ്വം നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് ഇതിന് ആശംസ അർപ്പിച്ച് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ഈ മീറ്റിംഗിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം ജൂബിലി ചാക്കോയെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബൈജു വർഗീസ് ഉണ്ട്. ബൈജു മാഷിനെയും ഏറ്റവും സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ വാർഡ് മെമ്പർ രാജു നമ്മുടെ 8ാം വാർഡ് മെമ്പറാണ്. നമ്മുടെ ബാങ്കിന്റെ എല്ലാ കാര്യങ്ങളിലും നമ്മളോടൊപ്പം എപ്പോഴും നിൽക്കുന്ന രാജുവിനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ 10ാം വാർഡിന്റെ മെമ്പറായിട്ടുള്ള നൂറുദ്ദീനുണ്ട്. നൂറുട്ടി എന്ന് നമ്മളെ ഓമനപ്പല്ലിൽ നൂറുവിനെ ഞാൻ പ്രത്യേകം പറയുന്നത് ഈ പാലിയേറ്റീവിന്റെ കാര്യത്തിലൊക്കെ നൂറുവിനെ പ്രത്യേകം ബാങ്കിനെ സഹായിക്കാൻ തോന്നും. കാരണം അല്ലാതെ തന്നെ ഒരു പാലിയേറ്റീവിന്റെ അഡ്രസ് ഇല്ലാതെ തന്നെ ഒരു രോഗികൾക്കോ എന്തെങ്കിലുമൊക്കെ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് നൂറുട്ടിനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഹൈസ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ സണ്ണി സാർ ഇവിടെയുണ്ട്. സണ്ണി സാറിനെ നമ്മുടെ അതുപോലെ ഈ പിള്ളേരുടെയൊക്കെ നമ്മുടെ UP സ്കൂളിലെ സാറിനെയും വിളിച്ചിരുന്നു. സാറ് എത്തുമെന്ന് പറഞ്ഞിരുന്നതാണ്, കണ്ടില്ല. ഈ പിള്ളേരെ ഹൈസ്കൂളിലും UP സ്കൂളിലുമായിട്ടാണ് നമ്മുടെ കുട്ടികളെല്ലാം പഠിക്കുന്നത്. അവരെ പ്രോത്സാഹിപ്പിക്കുന്ന സാറിനെയും കൂടെ ഈ യോഗത്തിലേക്ക് ഒരു ആശംസ അർപ്പിക്കാൻ വേണ്ടി നമ്മൾ ക്ഷണിച്ചതാണ്. സാറിനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നമുക്കിന്ന് ഇവിടെ ആശംസ അർപ്പിക്കുന്നത് നമ്മുടെ മുൻ ബാങ്ക് പ്രസിഡന്റ് മാത്യു തോമസ് അവറുകളുണ്ട്. മാത്യു ചേട്ടനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ യോഗത്തിന്റെ നന്ദി രേഖപ്പെടുത്തുന്നത് നമ്മുടെ ഡയറക്ടറായിട്ടുള്ള വിനോദാണ്. നമ്മുടെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള ഷഫീർ ചെക്കിയാട്ട് ഇവിടെയുണ്ട്. ഷഫീറിനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ നന്ദി രേഖപ്പെടുന്ന ഡയറക്ടർ വിനോദിനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്ന അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഇന്നത്തെ അനുമോദനം ഏറ്റുവാങ്ങാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ലങ്കാടി ടീമിന്റെ കോച്ച് തങ്കഞ്ചേട്ടന്, അതോടൊപ്പം തന്നെ അവരുടെ ഈ അവാർഡുകൾ ഏറ്റുവാങ്ങുന്ന കുട്ടികൾ നമ്മുടെ എല്ലാവരുടെയും പേരിൽ, ബാങ്കിന്റെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ
നല്ലവരായ വേദിയിലിരിക്കുന്ന എൻ്റെ പേരാവൂർ ഇടവകയുടെ പ്രിയങ്കരനായ ആർച്ച് പ്രീസ്റ്റ് ഷാജിയച്ച, ഇവിടെ പ്രിയങ്കരനായ പേരാവൂരിൻ്റെ MLA സണ്ണി ജോസഫ് സാറ്, അദ്ദേഹം പഴയ ഒരു MLA എന്ന രീതിയിൽ അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇപ്പോൾ തിരക്കേറിയ ഒരു കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഒരു അധ്യക്ഷ പദവി അലങ്കരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ പേരാവൂരിൻ്റെ മാത്രമല്ല ഈ സംസ്ഥാനത്തിൻ്റെ മുഴുവൻ പാർട്ടിയുടെ ഉത്തരവാദിത്വം വന്നതുകൊണ്ട് സമയങ്ങളിലൊക്കെ പൂർണ്ണമായ നമ്മൾ പണ്ട് സമയം പറഞ്ഞാൽ കൃത്യസമയത്ത് എത്തുന്ന നമ്മുടെ MLAക്ക് ഇപ്പോൾ ഈ സംസ്ഥാനത്തിൻ്റെ പാർട്ടി അധ്യക്ഷൻ എന്ന രീതിയിൽ പൂർണ്ണമായി ഓടിയെത്താൻ സാധിക്കാതെ വന്നത് അദ്ദേഹം വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഞാൻ 12:30 ഉള്ളിൽ ഇവിടെ എത്തും. നിങ്ങൾ ഈ പരിപാടികൾ എത്രയും പെട്ടെന്ന് ആളുകൾക്ക് ബുദ്ധിമുട്ട് വരാതെ നിങ്ങൾ പരിപാടികൾ തുടങ്ങണം, ആ സമയമാകുമ്പോഴത്തേനും ഞാൻ എത്തിക്കോളും എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ MLA, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, പേരാവൂരിൻ്റെ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റും ആയ ജൂബിലി ചാക്കോ, പേരാവൂരിൻ്റെ ബ്ലോക്ക് ഭാരവാഹിയായ ബൈജു മാസ്റ്റർ, ജില്ലാ പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയും കൂടിയാണ് അദ്ദേഹവും, അതുപോലെ പേരാവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഷഫീർ, പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീ രാജു ജോസഫ്, നൂർദീൻ മുള്ളേരിക്കൽ, അതുപോലെ നമ്മുടെ തൊണ്ടിയിൽ ഹൈസ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ സണ്ണി സാറ്, UP സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ഇവിടെ എത്തിയിട്ടില്ല സജി സാറ്, നമ്മുടെ ഇവിടെ ബാങ്കിൻ്റെ ഡയറക്ടറായ ശ്രീ വിനോദ്, മുൻ ബാങ്കിൻ്റെ പ്രസിഡന്റായ ശ്രീ മാത്യു ചേട്ടൻ, നമ്മുടെ ബാങ്കിൻ്റെ സെക്രട്ടറി ശ്രീ ജോജോ, അതുപോലെ ബാങ്കിൻ്റെ ഡയറക്ടർമാരായ മോഹനേട്ടൻ ഉൾപ്പെടെയുള്ള ബാങ്കിൻ്റെ ഡയറക്ടർമാർ, ബാങ്കിൻ്റെ ജീവനക്കാർ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ നേപ്പാളിൽ പോയി അവരുടെ കായിക ഇതിൽ അവാർഡ് മേടിച്ചിരിക്കുന്ന, നാഷണൽ അവാർഡ് മേടിച്ചിരിക്കുന്ന നമ്മുടെ കുഞ്ഞുമക്കൾ, അതിൽ ചേർന്ന് നിൽക്കുന്ന അവരെ നയിക്കുന്ന അവരുടെ കോച്ച് തങ്കച്ചൻ കോക്കാട്ട്, അങ്ങനെ ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ നല്ലവരായ നാട്ടുകാരെ, മെമ്പർമാരെ, സുഹൃത്തുക്കളെ, എന്താണ് ഇന്നത്തെ 2 പരിപാടികളെന്നെ പറ്റി ഞാൻ ആമുഖത്തിൽ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. 1 പഠനം, 2 പേരാവൂരിലെ സെൻറ് ജോൺസ് UP സ്കൂളിലെയും ഹൈസ്കൂളിലെയും വിദ്യാർത്ഥികൾ നാഷണൽ ലെവലിൽ കരസ്ഥമാക്കിയ ഇന്റർനാഷണൽ ലെവലിൽ, അതാ വൈദ്യുതി ഇന്റർനാഷണൽ ലെവലിൽ തന്നെ പറയണം, മറന്നുപോകാതെ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ കുഞ്ഞുമക്കൾ, അവരും ഈ 2 സംയുക്തമായ ഒരു പരിപാടിയാണ് ഇവിടെ ഇന്ന് നടക്കുന്നത്. ഇതിന് മാധ്യമപ്രവർത്തകർ ഹൈബേഷനുണ്ട്, KT ഉണ്ട്. ഇതിനെ വളർത്താനായി നമ്മളോട് ചേർന്ന് നിൽക്കുന്ന മാധ്യമപ്രവർത്തകർ, ഈ മക്കളുടെ മാതാപിതാക്കൾ, ദീപികൻ റിപ്പോർട്ടർ ഉള്ള ആളുടെ മക്കൾ പോലും ഉണ്ടെന്ന് ഇപ്പം ഇവിടുന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. റോബിൻ്റെ മക്കൾ പോലും ഇവിടെയുണ്ട്. അപ്പോൾ ഈ മാധ്യമങ്ങളിലും ചർച്ച വരുന്നു, ചാനലുകളിൽ ചർച്ച വരുന്നു. ഈ നാടിൻ്റെ അഭിമാനമായി ഈ മക്കൾ നമ്മൾക്ക് മുന്നിൽ കാണിക്കാൻ കഴിയുന്നു. രണ്ടാമത് തൊണ്ടിയിൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പുതിയ സംരംഭം എന്താണ് എന്നാണ് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ പാലിയേറ്റീവ് കെയർ എന്ന സംവിധാനം ഒരു വർഷം മുമ്പ്, ഇപ്പോൾ സെക്രട്ടറി പറഞ്ഞു, 1 വർഷം മുമ്പേ ഞങ്ങളുടെ മനസ്സിൽ പുതിയ കാൽവയ്പ് സാധാരണക്കാരായ നിർധനരായ അല്ലാതെ ആളുകൾക്ക്, രോഗികളായി കിടക്കുന്ന ആളുകളെ സഹായിക്കാൻ തൊണ്ടി കോപ്പറേറ്റീവ് ബാങ്കിന് എന്ത് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് ആദ്യത്തെ ആ ലെവലിൽ ഞങ്ങൾ ബാങ്ക് ആംബുലൻസ് എന്ന സംവിധാനത്തെ പറ്റി ആലോചിച്ചു. അങ്ങനെ ബാങ്കിന് ആംബുലൻസ് എന്നൊരു പദ്ധതി ഇട്ടു. അത് 1 വർഷമായിട്ട് നടക്കുന്നു. ആ ആംബുലൻസ് മാത്രം പോരാ, അതിനകത്തേക്ക് കൂടുതൽ ഫെസിലിറ്റിയും കൂടെ നമുക്ക് ചേർക്കണം. മറ്റു ഡോക്ടർമാരുടെ ഹോസ്പിറ്റലിലുള്ള അവരുടെ എല്ലാവരുടെ അഭിപ്രായം അനുസരിച്ച് ICU ഫെസിലിറ്റി കൊടുത്തുകൊണ്ട് നമുക്ക് പുതിയൊരു മേഖല, ഈ മേഖലയില്ലാത്ത ICU ഫെസിലിറ്റി കൊടുത്ത് ആ ആംബുലൻസിനെ ഒന്നുകൂടെ മറ്റുള്ള ആളുകളിൽ നിന്നും മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നും വേർതിരിച്ച് കൊണ്ടുവരണം എന്നൊരു കാഴ്ചപ്പാടിലേക്ക് എത്തി. ICU ഫെസിലിറ്റി അതിനോട് ചേർന്ന് തന്നെ ICU ഫെസിലിറ്റി മാത്രം പോരാ, ICU ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അതിനകത്ത് നല്ല ICU ഫെസിലിറ്റിയോട് ചേർന്ന് നിൽക്കാൻ അതിനോട് പരിശീലനം ലഭിച്ച
ഒരു നേഴ്സും കൂടെ നമുക്ക് ആവശ്യമായി വന്നു. അതും അന്വേഷിച്ചു. കല്ലുമുതർക്കുന്നുള്ള നൈസി എന്ന് പറഞ്ഞ കാർഡിയാക്കിൽ ICUവിൽ ജോലി ചെയ്ത കല്ലുമുതർക്കുന്ന നൈസി എന്ന് പറഞ്ഞൊരു നേഴ്സിനെ നമുക്കിവിടെ കിട്ടി. ഇതൊക്കെ ഓരോ സമയത്തും സമയാസമയങ്ങളിൽ നമുക്ക് ക്രമീകരിച്ച് തരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ കൊടുക്കാൻ പോകുന്നത് ഒരുപാട് സാധനങ്ങൾ താഴെ മേടിച്ചു വെച്ചിട്ടുണ്ട്. കട്ടിലുകളുണ്ട്, പിന്നെ ഓക്സിജൻ സിലിണ്ടറുണ്ട്, മറ്റ് കറണ്ടിൽ നിന്ന് എടുക്കാൻ ഓക്സിജൻ വാങ്ങാതെ തന്നെ പേരെന്താ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഉണ്ട്. അങ്ങനെ വിവിധ തരങ്ങളായ മിഷനറികൾ അടക്കം നമ്മൾ ഏകദേശം ഒരു 8 ലക്ഷത്തിൻ്റെയും 10 ലക്ഷത്തിൻ്റെയും വില മതിക്കുന്ന മിഷനറികൾ വാങ്ങിച്ചു വെക്കുകയും അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഈ ICU ആംബുലൻസും ഇതിന്റെ കസ്റ്റോഡിയനുമായിട്ട് നമ്മൾ ഈ ബാങ്ക് ഇപ്പോൾ പുതിയതായിട്ട് എടുത്തിരിക്കുന്ന നേഴ്സിനെ ഏൽപ്പിക്കുകയും അവർ വീട് വീടാന്തരം കയറി ഇറങ്ങി നമ്മൾ തന്നെ അവരെ ധരിപ്പിച്ച ഞങ്ങളുടെ വീട്ടിൽ ഇന്ന രോഗാവസ്ഥയിൽ ഇന്ന എത്ര വർഷമായി കിടക്കുന്നു അല്ലെ കിടപ്പല്ല, നിങ്ങളുടെ സേവനം ആവശ്യമുണ്ടെന്ന് അവരുടെ നമ്പർ വാങ്ങിച്ച് അറിയിച്ചാൽ അവർ വന്ന വീട്ടിൽ വന്ന് ആ രോഗികൾക്ക് ആവശ്യമായ പ്രാഥമിക ചികിത്സ അല്ലെങ്കിൽ ദൈനംദിനം വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് സഹായിക്കാനും അങ്ങനെ ഒരു മനോഭാവത്തോടുകൂടി നമ്മൾ ചെയ്യുമ്പോൾ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകണമെങ്കിൽ ഈ തണൽ എന്ന് പറയുന്നൊരു സംരംഭത്തെ നമ്മൾ മുന്നിൽ കാണുന്നത് ഇന്നൊരു ചെറിയ രീതിയിൽ തൊണ്ടിയ കോപ്പറേറ്റീവ് ബാങ്ക് തുടങ്ങുമ്പോൾ നാളെ ഈ മേഖല ഈ ബാങ്കിന്റെ പരിധിക്കപ്പുറവും ഈ നാടിന്റെ പല മേഖലകളിൽ തന്നെ ആളുകൾ നമ്മളെ അന്വേഷിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ ഒരു മെഡിക്കൽ സംവിധാനം മാത്രമല്ല നമ്മൾ കാണുന്നത്. ഒരു ശുശ്രൂഷ രംഗം എന്ന് പറഞ്ഞാൽ അവർക്ക് മരുന്ന് കൊടുത്തു എന്ന് വെച്ച് കെട്ടി അല്ലെങ്കിൽ അവരെ ഒന്ന് മറ്റു ശുശ്രൂഷ ഒരു കോട്ടം കെട്ടി അങ്ങനെയല്ല. അത് കൂടാതെ അപ്പുറത്തേക്കും ഈ മെമ്പർമാരുടെ ഈ നാടിന്റെ സഹകരണത്തോടുകൂടി അതിന് ചെറിയ സംഭാവനകൾ തന്നെ നമ്മൾ സ്വീകരിച്ച് അതിന് മാതൃകയാക്കിയിട്ട് ഞങ്ങൾ കഴിഞ്ഞ ബോർഡ് മീറ്റിംഗ് തീരുമാനിച്ചത് അതിന്റെ ഓണറേറിയ പ്രസിഡന്റ് കൊടുക്കുക, ഡയറക്ടർമാരുടെ സേവനം ഡയറക്ടർമാർ കൊടുക്കുക, ബാങ്കിലെ ജീവനക്കാരുടെ പങ്കാളിത്തം അവരുടെ എല്ലാവരുടെയും മെമ്പർമാരുടെ ലാഭവിഹിതം കിട്ടുമ്പോൾ അതിൽ നിന്നൊരു സംഭാവന പബ്ലിക് ഒരു പൊതു സഹകരണ പ്രസ്ഥാനം എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. ഒരു സഹകരണ പ്രസ്ഥാനത്തിന് വിശ്വാസ്യത കണക്കിലെടുക്കുമ്പോൾ അവർക്ക് മറ്റു മേഖലകളിൽ ജോലി ചെയ്യുന്നവോ വ്യവസായം ചെയ്യുന്നവരോ തൊഴിൽ മേഖലകളിലോ കച്ചവട സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യുന്ന ഒരാളുകൾക്ക് ഈ സഹകരണ ബാങ്കുകൾ ചെയ്യുന്ന ഒരു പദ്ധതി അവിടെ തെറ്റുകുറ്റങ്ങൾ വരാതെ ചെയ്യുമെന്നൊരു വിശ്വാസം ജനങ്ങളിലുള്ളത് അത് കൃത്യമായി നമ്മളത് പാലിച്ചുകൊണ്ട് അവരുടെ അടക്കം വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് ചിലപ്പോൾ മരുന്നല്ല, അവർക്ക് ചിലപ്പം ഒരു 10 കിലോ അരിയാണെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കണം. അതല്ല അവർക്ക് ആ ഒരു ബെഡ്ഷീറ്റ് അവിടെ ഇല്ല, അത് കൊടുക്കണം. ചിലപ്പോൾ 2 മുണ്ടായിരിക്കും, അത് കൊടുക്കുക. അല്ലെ ഒരു കുപ്പി അവർക്ക് വേണ്ടത് ഡെറ്റോൾ ആയിരിക്കും. അങ്ങനെ ഒരു കിടപ്പ് രോഗിയെ സംബന്ധിച്ച് നമ്മൾ പോയി കണ്ടാൽ ഒരു ബെഡ്ഷീറ്റ് ഉണ്ടാക്കിയാല അല്ല ചിലപ്പോൾ അവരൊരു പ്ലാസ്റ്റിക് ഒരു 1000 രൂപ 500 രൂപ കൊടുത്താൽ 2 പ്ലാസ്റ്റിക് കവർ മേടിച്ചിടാമോ. അങ്ങനെ വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിനുണ്ട്. നമ്മൾ ജോലി ചെയ്യുന്നു, ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ ഈ ആളുകൾ നമ്മൾ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുന്നുണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. നമ്മുടെ ജോലി തിരക്കിനിടയ്ക്ക് ചിലപ്പോൾ മറക്കാതിരിക്കാം. പക്ഷേ ഇങ്ങനെയുള്ളൊരു തണലെന്ന ഒരു പ്രസ്ഥാനം തൊണ്ടി കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഇതുണ്ടാവുമ്പോൾ ഇവിടെയുള്ള നല്ലവരായ നാട്ടുകാരും മെമ്പർമാരും സഹപ്രവർത്തകരും ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന മറ്റു പല മേഖലകളിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരുൾപ്പെടെ നമ്മൾക്ക് ചിലപ്പോൾ സഹായങ്ങളായിട്ട് വരുമ്പോൾ നമ്മൾക്ക് ഭാവിയിലേക്ക് ഒരുപാട് സംവിധാനങ്ങളും സഹായങ്ങളും മുന്നോട്ട് പോകാനുള്ള ചിന്താഗതി നമുക്ക് മറ്റ് സംഘടനകളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. നമ്മുടെ ഈ മേഖലയിൽ അങ്ങനെ ഒരു സംവിധാനം നമുക്ക് ഇന്ന് വരെ ഇവിടെ രൂപപ്പെട്ടിട്ടില്ല. അങ്ങനെ ആശയങ്ങൾ നമ്മളിലേക്ക് എത്തിയിട്ടില്ല. ആശയം എത്തുമ്പോൾ ഒരു വ്യക്തി നടത്തുമ്പോൾ അതിനകത്ത് അപാകത. ഇതൊരു ഒരു സഹകരണ പ്രസ്ഥാനത്തിന് അതിന് ഒരു മാറ്റുകൂട്ടുന്നതും കൂടി ഇതിലേക്ക് കടന്നു വരും. അപ്പൊ നമ്മുടെ ഒരു കൂട്ടായ്മ ഒരുമിച്ച് ഇതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിച്ചവിടെ ഉള്ളപ്പം ഈ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് അല്ല അങ്ങനെ ഒരുപാടാണ് അച്ഛനെ സമീപിക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു വ്യക്തിക്കോ അല്ലെ ഒരു സംഘടനയ്ക്കോ ഒരു സമുദായത്തിനോ മാത്രമല്ല ജാതി മതഭേദമന്യേ രാഷ്ട്രീയ ഭേദം അല്ല, എല്ലാ മനുഷ്യനെ മനുഷ്യനായി മാത്രം കണ്ടുകൊണ്ട് നമുക്ക് ഒരുപാട് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പ്രയത്നം ഒരു വ്യക്തിക്ക് ഇവിടെ ആരോടും വന്ന് ഇവിടെ ബാങ്കിന്റെ സെക്രട്ടറിയോടോ ജീവനക്കാരോടോ ഭരണസമിതി അംഗങ്ങളോടോ പറയാം നിങ്ങൾക്ക് ഇന്ന ആളിൽ നിന്ന് സന്ദർശിച്ചാൽ നല്ലതായിരുന്നു, അതിന് നിങ്ങൾ ഞങ്ങളോടുകൂടി സഹകരിക്കും, ഞങ്ങളുടെ സഹായം എന്നതുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലേക്കും നമുക്കൊരു ഈ പ്രസ്ഥാനം തൊണ്ടി സർവീസ് ബാങ്കിന്റെ അല്ല, ഈ തണലെന്ന ഈ പാലിയേറ്റീവ് കെയർ ഈ നാടിൻ്റേത് നമ്മുടെ ഓരോരുത്തരുടെ അന്ന്
നമ്മൾ ഓരോരുത്തരും കണ്ട് നമുക്ക് മുന്നോട്ട് കൈകോർക്കാം, മുന്നോട്ട് പോകാം. ഇന്ന് ആഗസ്റ്റ് 2-ാം തീയതി 2025 വരുമ്പം 2026 വരുമ്പോഴത്തേക്ക് ഇതിന്റെ മാറ്റങ്ങൾ ഒരു പ്രസ്ഥാനം തുടക്കം കുറിക്കുമ്പോൾ അതിന്റെ കുറവുകൾ ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. നമുക്ക് കിടപ്പ് രോഗികളെ കിടത്തി ചികിത്സിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം. അവർക്ക് വേണമെങ്കിൽ മറ്റ് സേവനങ്ങൾ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഒരു സംവിധാനങ്ങളാണ്. നമുക്ക് സാമ്പത്തിക ശേഷികളും മറ്റ് സഹായങ്ങളും വരുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. അപ്പൊ നമ്മുടെ കൂട്ടായ പ്രയത്നം ഉണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതുപോലെ നമുക്കിവിടെ ഇതൊക്കെ ചെയ്തു തന്നിരിക്കുന്നത് എപ്പോഴും ഈ കാര്യങ്ങൾ ചെയ്ത് ന്യൂക്ലിയർ സർജിക്കൽസ് എന്ന് പറഞ്ഞ അവരാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു കട്ടിൽ ഒരു 35,000 രൂപയോളം വില വരുന്ന ഒരു കട്ടിലാണ്. ആ കട്ടിൽ നമുക്കൊക്കെ തന്നെ 25,000 രൂപ, 24,800, 25,000 രൂപ അത്ര പോലും അവർ പോലും അതിന് മറ്റ് സർജിക്കൽ സാധനങ്ങളെല്ലാം ഒരു ലാഭമില്ലാതെ നമുക്ക് തന്ന് അവർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ബാങ്കിലെ ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും നാട്ടുകാരും മെമ്പർമാരും സാമൂഹ്യ പ്രവർത്തകരും അങ്ങനെ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരുടെ ഒരു കൂട്ടായ ഈ തണൽ എന്ന പ്രസ്ഥാനം ഈ തൊണ്ടി കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ അല്ല, ഇന്ന് ഈ നാടിൻ്റെതായിട്ട് ഇത് നമ്മൾ ഏറ്റെടുത്ത്, ഈ സഭയുടേതായി ഇത് ഏറ്റെടുത്ത്, പൊതുപ്രവർത്തകരുടേതായി ഏറ്റെടുത്ത് ഇതിനെ ഏറ്റവും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. അച്ഛന് പല പരിപാടികളിലേക്കും പങ്കെടുക്കാനുണ്ട്. അച്ഛന് 12 മണിക്ക് ഒരു പരിപാടിക്ക് പോകേണ്ടതാണ്. പക്ഷേ നമ്മുടെ ഈ ബാങ്ക് ഒരു കാലത്ത് ആദ്യ ഇതിൻ്റെ പ്രസിഡന്റ് തൊണ്ടി പള്ളിയിലെ അച്ഛനായിരുന്നു. അപ്പോൾ എപ്പോൾ വിളിക്കുമ്പോഴും നമുക്ക് തൊണ്ടി പള്ളിയിൽ നിന്നുള്ള ഈ കൊറോനേൻ്റെ പള്ളികളുടെ എല്ലാ സഹായങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. ആ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നമ്മുടെ ഈ പരിപാടികൾ വന്ന് അച്ഛന് വേഗം പോകേണ്ടതുകൊണ്ട് MLA വരാൻ കാക്കുന്നില്ല. പ്രിയങ്കരനായ ഞങ്ങളുടെ വികാരി അച്ഛനെ, ഷാജി അച്ഛനെ ക്ഷണിച്ചുകൊണ്ട് സംസാരിക്കാനായി ക്ഷണിച്ചുകൊടുക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും നമ്മുടെ ബാങ്കിൻ്റെ പ്രസിഡന്റുമായ പ്രിയങ്കരനായ സണ്ണിച്ചേട്ട, നമ്മുടെ MLA എത്തി കഴിഞ്ഞ് കുറച്ചാറായിട്ടുണ്ട്, ഉടനെ എത്തും. പ്രിയപ്പെട്ട സണ്ണി ജോസഫ് MLA അവരുകൾ, ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികൾ, ബാങ്കിൻ്റെ സാരഥികൾ, പ്രിയപ്പെട്ട ജോജോ, മറ്റ് ഹെഡ്മാസ്റ്റർ കൂടി ഉണ്ട്. വേദിയിലും താസ്ത്രമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്റർനാഷണൽ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ച് ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ലങ്കാടി ആ ഗെയിമിൻ്റെ ടീമിൽപ്പെട്ട കുട്ടികളെ, അതിന് ട്രെയിനിങ് കൊടുത്ത തങ്കച്ചൻ ചേട്ട, പലവരായ നാട്ടുകാരെ, ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്ന പണി ഞാനും ചെയ്യാറുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കറിയാം, ഫോൺ തുറന്നു നോക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ റീല് കാണുക, ഫേസ്ബുക്കിലൊക്കെ കയറുക എന്നുള്ളതാണ്. ആ സ്വഭാവം എനിക്കുണ്ട്. അത് ഈ ലോകവുമായി സംവദിക്കാൻ വളരെ നല്ലതായതുകൊണ്ടാണ്. അങ്ങനെ ഞാനൊരിക്കൽ ഇങ്ങനെ ഒരു ഉറക്കത്തിൽ ഇങ്ങനെ ഫോൺ തുറന്നു നോക്കുമ്പോൾ സണ്ണിച്ചേട്ടൻ നടന്നു വരുന്നതായിട്ട് കാണുന്നു. അപ്പോൾ എന്താ സംഭവം എന്നറിയാൻ വേണ്ടി, തന്നെ പറ്റിയെന്നറിയാൻ പാടില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നോക്കിയപ്പോഴാണ് സണ്ണിച്ചേട്ടനെ കുറിച്ച് ഉള്ളത് മാത്രം എഴുതിയ മനോഹരമായ ഒരു ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്യാൻ കാണുകയുണ്ടായി. കണ്ണൂർ വിഷനിൽ കൊടുത്തതാണ്. പ്രിയപ്പെട്ടവർ, ഞാനത് പറഞ്ഞത് സണ്ണിച്ചേട്ടനെ കുറിച്ച് മാത്രമല്ല, സണ്ണിച്ചേട്ടനെ വളർത്തിയത് ഈ നാടാണ്. സണ്ണിച്ചേട്ടനെ ഈ നാട് എത്രമാത്രം വളർത്തിയോ അതിൽ കൂടുതൽ സണ്ണിച്ചേട്ടൻ ഈ നാടിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് നന്ദിയോടുകൂടി പറയാൻ വേണ്ടിയിട്ടാണ്. കൈ അടിക്കുകയാണ്, നന്നായിട്ട് അടിക്കുന്നത്, അല്ലെങ്കിൽ. അപ്പോൾ ഞാനത് പറഞ്ഞു തരാൻ ചോദിച്ചു, ബാങ്കുമായി ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. സണ്ണിച്ചേട്ടൻ അവസാനം പറഞ്ഞു വെച്ച ഒരു കാര്യം, ഈ ബാങ്കിന് ഇടവകപ്പള്ളിയുമായിട്ട് നല്ലൊരു ബന്ധം, ഒരു പുക്കിൾക്കൊടി ബന്ധമുണ്ട് എന്നുള്ള കാര്യമാണ്. അത് ഒരിക്കലും മുറിയാതിരിക്കട്ടെ, മുറിയത്തില്ല, അതങ്ങനെയാണ്. കാരണം ഈ പ്രദേശത്തിൻ്റെ ഒരു സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വലിയ ഭാവി എന്താണെന്ന് ക്രാന്തദർശിയായ വന്യവൈദികൻ കണ്ടെത്തി എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കാനും ഇങ്ങനെ ഒരു സഹകരണ പ്രസ്ഥാനം ഇവിടെ രൂപപ്പെടുത്താനും സാധ്യമായത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ചിന്തിച്ചാൽ എത്രയോ പ്രവർത്തനങ്ങൾ ഇതിനെ കാഴ്ചവെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അവിടെ നിന്ന് ഓർക്ക് ചെയ്ത്, ഞങ്ങളുടെ നാട്ടിൽ ഞാൻ പ്രീ ഡിഗ്രി 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് പയ്യാവൂർ സഹകരണമായി പയ്യാവൂർ ബാങ്കിൻ്റെ
കീഴിലാണ് ഞങ്ങളൊക്കെ വരുന്നത്. ഈ കാർഷിക ലോണ് കൊടുക്കുന്ന സമയമാകുമ്പോൾ ഇതിന് ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ സഹായിക്കുമായിരുന്നു. ആ നാട്ടിലുള്ള എല്ലാവരും എൻ്റെ അടുത്ത് വരും, അപ്പോൾ ഇത് പൂരിപ്പിച്ച് തരാമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ പൂരിപ്പിച്ച് കൊടുക്കും. ആ പൂരിപ്പിച്ച് കൊടുക്കുമ്പോൾ ഇവർ പോകുമ്പോൾ മുഖത്തൊരു സന്തോഷമുണ്ട്. അതൊന്നുമല്ല എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചിട്ടുള്ളത്, ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്, ഈ ലോൺ കിട്ടിക്കഴിയുമ്പോൾ ഈ മനുഷ്യൻ പറയും, എന്നെ കാണാൻ പറയും, മോനെ അത് കിട്ടി കേട്ടോ എന്ന് സന്തോഷത്തോടു കൂടി പറയുന്നത്. അപ്പം ഞാനിങ്ങനെ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിലും എൻ്റെ പേരൻസ് അത് ലോൺ എടുത്തിട്ടുണ്ട്. അത് കിട്ടി വീട്ടിൽ കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തിയും റിലീഫ്, സാമ്പത്തികമായിട്ടുള്ള ഒരു ആശ്വാസം അവർക്ക് ലഭിക്കുന്നതൊക്കെ ഞാൻ നേരിട്ട് ഒത്തിരി പേരുടെ കണ്ടിട്ടുണ്ട്. 3 വർഷത്തോളം ഞാനായിരുന്നു ആ നാട്ടിലെ ഇങ്ങനെ പൂരിപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. അതൊക്കെ വലിയ സന്തോഷത്തോടെ ഓർക്കുകയാണ്. അപ്പൊ ഞാൻ ഓർക്കുക, ഒരു സഹകരണ പ്രസ്ഥാനത്തിന് അന്ന് തുടങ്ങിയപ്പോൾ ഇത് കേവലം ലോൺ കൊടുക്കുന്ന, തിരിച്ചടയ്ക്കുന്ന, അതിൽ കിട്ടുന്ന ലാഭം കൊണ്ട് ബാങ്ക് വളർത്തുന്ന ഒരു സംവിധാനമായിരുന്നു. ഇപ്പോൾ ഈ സഹകരണ പ്രസ്ഥാനത്തിന് ഡെഫിനേഷൻ തന്നെ മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നെ നമുക്കറിയാം, ഒരു പ്രസ്ഥാനം മുമ്പോട്ട് നടന്നു പോകുമ്പോൾ അത് വളരെ ഭംഗിയായിട്ട് പോകണമെങ്കിൽ പുതുമയാർന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. പഴയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ പണ്ടത്തേക്കാളും വേഗത്തിൽ അത് ഔട്ട് ഓഫ് ഫാഷനായി പോലും, ഔട്ട് ഓഫ് ഡേറ്റ് ആയി പോകും. പിന്നെ അതിന് നിലനിൽപ്പില്ലാതായിത്തീരും. നമ്മുടെ അംബാസഡർ കാറിനെ കുറിച്ച് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും നല്ല കാറായിരുന്നു അംബാസഡർ കാർ. ഇന്ത്യൻ പ്രസിഡന്റ് വരെ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമായിരുന്നു. അത് എന്തുകൊണ്ട് ഇപ്പോൾ ആർക്കും വേണ്ടാതെ പോയി? അതിന്റെ എഞ്ചിന് യാതൊരു കുഴപ്പമില്ല, നല്ല പവർഫുൾ ആയിട്ടുള്ള കേടുകുറവുള്ള സാധനമാണ്. പക്ഷേ അത് കാലഘട്ടത്തിനനുസരിച്ച് മോഡിഫിക്കേഷൻ നടത്തിയില്ല എന്നുള്ളതാണ്. നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ ആരെങ്കിലും മുടിയുടെ തുമ്പ് പോലും മുറിക്കത്തില്ല, പാവമായിട്ട് കരുതിപ്പെട്ടിരുന്നതാണ്. ഇപ്പോൾ അത് മുറിച്ച് അത് ഏതെല്ലാം വിധത്തിലാക്കി, പിന്നെ നീളത്തിന് ചുരുട്ടിയതും വലിച്ചു നീട്ടാവുന്നൊക്കെ ആയിട്ടുണ്ട്. അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അപ്പം അത് മനുഷ്യന്റെ സൗന്ദര്യബോധത്തിൽ വന്ന ഒരു മാറ്റം. സൗന്ദര്യബോധത്തിൽ മാത്രമല്ല, സാമൂഹികമായ ഇടപെടലുകളിലും ഒക്കെ ഈ മാറ്റം അനിവാര്യമാണ്. മാറ്റമുള്ളതിനെ നിലനിൽപ്പുള്ളൂ എന്ന് നമുക്കറിയാം. ഫിലോസഫി ഞങ്ങൾ പഠിക്കുമ്പോൾ മാറ്റം ഉള്ളത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ, അല്ലാത്ത ഒരെണ്ണേ ഉള്ളൂ, എന്നതാണ് ദൈവം മാത്രമേ ഉള്ളൂ. അനന്തമായ സത്ത, സത്യമായ സത്ത, ഈശ്വരൻ, ആദ്യം എന്നൊക്കെ പല മതങ്ങൾ പല രീതിയിലൊക്കെ പറയും. അപ്പോൾ ഈ ഈശ്വരൻ അല്ലെങ്കിൽ ദൈവത്തിന് മാത്രമേ മാറ്റമിടാത്ത സത്ത എന്ന് പറയാൻ അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം മാറ്റത്തിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ മാറ്റത്തിന് വിധേയപ്പെട്ടിട്ടില്ല, നിലനിൽപ്പില്ല എന്നുള്ളതാണ്. അപ്പൊ പ്രിയപ്പെട്ട ഈ ബാങ്കിനെ എനിക്ക് മുക്തകണ്ഠം പ്രശംസിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതല്ല, എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് വേറെ ആദരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു നല്ല ദിവസവും ഈ നല്ല വേദിയിലും നമ്മുടെ ഈ ബാങ്ക് ഇങ്ങനെ കാലഘട്ടത്തിന് അനുസൃതമായിട്ട് ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അതിനോട് പ്രതികരിക്കുന്നത് കൊണ്ട് ഇതിന് ഇനി വളർച്ചയുണ്ട്. മറ്റേത് ബാങ്കിനേക്കാൾ കൂടുതൽ ഇതിന് വളർച്ച ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും ബോളക്കുറ്റി ബാങ്ക് ഏറ്റെടുത്ത ഒരു സംവിധാനവും. അത് ആ കാര്യം കഴിഞ്ഞപ്പോഴാണ് ദൂരദർശൻ നമ്മളെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കാനായിട്ട് ഇവിടെ വരികയൊക്കെ ചെയ്തത്. എല്ലാവരും ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോൾ നഷ്ടത്തിൽ കിടന്ന ഒരു പ്രസ്ഥാനത്തിനെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വന്ന് ഒരു നാടിനെ മുഴുവൻ ആശങ്കയാണ് മാറ്റിയത്. അവിടെയുള്ള നിക്ഷേപകരുടെയൊക്കെ ആശങ്കയാണ് മാറ്റിയത്. അതിനെ ലാഭത്തിലേക്ക് നല്ല നല്ല കൈപിടിച്ചു കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നുള്ളതൊരു ആർജവത്വത്തിന്റെയും, അത് ഈ ഭരണസമിതിയുടെയും അതുപോലെ ഇവിടുത്തെ ജോലിക്കാരുടെയും കൂട്ടായ്മയുടെയും എല്ലാം ഒരു നേർക്കാഴ്ചയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ നാടിന്റെ വികസനത്തിന്റെ ഒരു പരിച്ഛേദനമായി തീർന്നിരിക്കുകയാണ് ഈ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം, മനുഷ്യൻ വിശപ്പൊന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവന് ആസ്വാദ്യതയാണ്. അതും മാറി തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ദീർഘായുസാണ്. ദീർഘായുസിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, സഹനത്തിൽ അല്പം കുറവ്, വേദനകളിൽ അല്പം മോചനമൊക്കെയാണ് നമ്മൾ. അങ്ങനെ വളർച്ചയുടെ ഓരോ പടിപടി കയറി നമ്മൾ ഈ ബാങ്ക് കുറച്ച് ലാഭമൊക്കെ ഉണ്ടാക്കിയ വളർച്ചയുടെ മടവിലാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മാറ്റത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുമ്പം കാരുണ്യത്തിന്റെ മുഖം, കരുണയുടെ മുഖം സമൂഹത്തിന് കാണിച്ചു കൊടുക്കാനായിട്ട് ബാങ്കിന് സാധിക്കുന്നു എന്ന് പറയുന്നത് ഈ ബാങ്കിനെ മറ്റു ബാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. നമ്മുടെ ഈ സമുദായത്തെയും സമൂഹത്തെയും നാടിനെയും, ഞാൻ സമുദായം എന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തെ കുറിച്ചല്ല പറഞ്ഞത്, എല്ലാ മതവിഭാഗങ്ങളും ഉൾപ്പെടുത്തിയാണ് പറഞ്ഞത്. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് തോളോട് തോൾ ചേർന്ന് ഈ പ്രദേശത്ത്
കാരുണ്യത്തിന്റെ മുഖമായി ഈ ബാങ്കിനെ മാറ്റുമ്പോൾ, ബാങ്ക് ആരുടെയും ചോദിച്ചാൽ ആരുടെയും, നമ്മുടെ എല്ലാവരുടെയും കൂടിയാണ്. എനിക്കും ഉണ്ടാവും ചെറിയ ഷെയർ, കാരണം മെമ്പർഷിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കൂടി ട്രാൻസാക്ഷൻ നടത്തുന്ന മുഴുവൻ ആളുകളുടെയും കൂടിയാണ് ഈ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കൊച്ചു കൊച്ചു വീതം, ചിലപ്പോൾ 1 രൂപ താഴെ ആയിരിക്കും എൻ്റെ വീതം ആയിക്കൊള്ളട്ടെ, നമ്മുടെ എല്ലാവരുടെയും ഈ സമ്പത്ത് ചേർത്ത് വെക്കുമ്പോൾ, ലാഭവിഹിതം ചേർത്ത് വെച്ചിരിക്കുമ്പോൾ ഒത്തിരിയേറെ കാരുണ്യത്തിന്റെ മുഖം ഈ ലോകത്തിന് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും സാമ്പത്തികമായ ഒരു വശം ബാങ്കിങ്ങിലുണ്ട്, അത് വേണം, എന്നാലും നിലനിൽപ്പുള്ളൂ. അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ, ലാഭം ഉണ്ടാക്കണം, അതാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. പക്ഷെ രണ്ടാമത്തത് ഈ സഹകരണ പ്രസ്ഥാനമായതുകൊണ്ട് ഇതിനൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട് മറ്റേതൊരു പ്രസ്ഥാനത്തേക്കാൾ അധികമായിട്ട്. ആ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഏറ്റവും ഭംഗിയായി നടത്തുന്ന ഒരു ബാങ്ക്, അതിന്റെ ഭരണസമിതി, അതിന്റെ പ്രത്യേകമായിട്ട് ഈ ഭരണസമിതി പ്രസിഡന്റിനെയൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. ഇങ്ങനെ ഈ കാരുണ്യത്തിന്റെ മുഖം സ്വാന്തന സ്പർശമായി ഹൃദയങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക്, വേദനിക്കുന്നവരിലേക്ക് ചെല്ലട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ ഇവിടെ സെക്രട്ടറി പറഞ്ഞു, പ്രസിഡന്റ് പറഞ്ഞു നല്ല ഉപകരണങ്ങളൊക്കെ വാങ്ങി അതിന്റെ മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട് ഒരു നേഴ്സിനെ തന്നെ വെച്ചിട്ടുണ്ടെന്നുള്ളത്. എനിക്കൊരു അഭ്യർത്ഥന കൂടി ഉള്ളത്, ഈ ഉപകരണങ്ങളുടെ മാത്രമല്ല, രോഗികളുടെയും കൂടി മെയിൻ്റനൻസ് കുറച്ചൊക്കെ ഏറ്റെടുക്കാൻ പറ്റുവാണെങ്കിൽ, ഇപ്പൊ ഷുഗർ നോക്കാനും ബി പി നോക്കാനും അതുകൂടി പ്രധാനപ്പെട്ടത് അതാണ്. ഞങ്ങൾക്ക് ബാങ്കിന് മിഷണറീസ് ആയിരിക്കാം, ഞങ്ങൾക്ക് അതുകൂടി പ്രധാനപ്പെട്ടതാണ്. ഞാൻ എനിക്കൊന്ന് ആദരിക്കുന്നുള്ളതായിരിക്കും, തീർച്ചയായിട്ടും കയറി വരിക, അവൻ നേഴ്സ് അറിഞ്ഞിരിക്കുക. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ വേദനിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ ഒരു കരുണയുടെയും കാരുണ്യത്തിന്റെയും മാറാകയായി തീരാൻ. പേരെന്താന്ന് പറഞ്ഞേ, ഇടവരട്ടെ, നമുക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം നമുക്ക്. അപ്പോൾ ഈ ഉപകരണങ്ങൾ മാത്രം, ഉപകരണങ്ങളുമായിട്ട് വരുന്ന നൈസിന് നമ്മുടെ ഈ പ്രദേശത്തെ എല്ലാ കുടുംബങ്ങളിലെയും ആവശ്യമുള്ളവരുടെ എല്ലാവരുടെയും കുടുംബത്തിലെ അംഗത്തെ പോലെ ആയിരിക്കും എന്നുള്ള കാര്യം കൂടി സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഇനി നല്ലവരായ നാട്ടുകാരോടൊരു കാര്യം, നമ്മൾക്ക് നമ്മുടെ പ്രശ്നം ഇതാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ഈ ബാങ്കിന്റെ ആദ്യത്തെ ഭാഗം നമ്മളെല്ലാവരും നോക്കും. 2 വശമുള്ളത്, ഒന്ന് സാമ്പത്തിക വശം, രണ്ടാമത് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ്, സാമൂഹിക പ്രതിബദ്ധത. അത് ചില കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഈ ലാഭം മാത്രം നോക്കിപ്പോയി. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ ആളുകളുടെ എണ്ണത്തിൽ കുറവ്. ഞാൻ ആരെയും കുറ്റപ്പെടാനില്ല, നമുക്ക് ആർക്കും സമയമില്ല, എനിക്കും സമയമില്ല. ഞാൻ ഇന്നത്തെ ദിവസം മുടി ഇരിക്കേണ്ടതാണ്, പക്ഷെ വേറെ പരിപാടിക്ക് പോകേണ്ടതുകൊണ്ടിങ്ങനെ പോകുന്നത് മാത്രം. പക്ഷെ നമ്മൾ ഈ സമൂഹത്തോട് പ്രതിബദ്ധത കാണിക്കും. ഒന്നാമത്തെ കാര്യം നമ്മുടെ സമയം, നമ്മുടെ സമ്പത്ത് ഒക്കെ മാറ്റിവെക്കാനായിട്ട് ഇതുപോലെ ഇപ്പൊ ഈ മിഷണറീസും ഈ നേഴ്സിന്റെ ഒക്കെ സഹായം നമുക്ക് ആവശ്യം വരില്ല എന്ന് ആരറിഞ്ഞു? അത്യാവശ്യഘട്ടത്തിൽ നമ്മളില്ലേ, ഓക്സിജനും ഈ വണ്ടിയും ഈ ആംബുലൻസ് ഈ നേഴ്സൊക്കെ നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അപ്പൊ ആ ഒരു ചിന്തയോടുകൂടി നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല പ്രസ്ഥാനങ്ങളെ, അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അപ്പുറത്തേക്ക് ചിന്തിക്കുവാനും വളരാനും വളർത്താനും നമുക്ക് സാധ്യമാകണം. അപ്പോഴാണ് ഞാൻ താമസിക്കുന്ന, ഞാനുള്ള സമൂഹം വളർച്ച പ്രാപിക്കുന്നെന്ന് തിരിച്ചറിയുക. ഇനി എന്റെ ഉത്തരവാദിത്തത്തിലേക്ക് കടക്കാം. ലങ്കാടി ഗെയിമിനെ കുറിച്ച് ഞാനിങ്ങനെ പഠിച്ചുകൊണ്ട് വരുന്നതേ ഉള്ളൂ. ഞാൻ ഈ സ്കൂളിന്റെ വരാതെ കൂടി കിടക്കി നടക്കുമ്പോൾ ഈ തങ്കഞ്ചേട്ടൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പിള്ളേരും അവിടെ എന്തെങ്കിലും കളിക്കുന്ന കാണാം, തെക്ക് അവിടെ കൂടുന്ന കാണാം. തങ്കഞ്ചേട്ടൻ ഇങ്ങനെ എവിടെയും തൂണെ ചാരി ഇരുന്ന് ഇങ്ങനെ ഈ ഫോണിൽ ഇങ്ങനെ മാന്തുന്ന കാണാം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇത്രയും പ്രായമായി ഈ മനുഷ്യൻ ഈ ഫോൺ താഴെ വെച്ചുകൂടെ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഞാൻ മനസ്സിലായത്, അദ്ദേഹം ഫോൺ നോക്കുന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഈ ഗെയിമുകൾ പഠിക്കാൻ വേണ്ടി, പുതുമയാർന്ന ഗെയിമുകൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ എവിടെയും ട്രെയിനിങ്ങിന് പോയിട്ടില്ല. ലങ്കാടി പഠിച്ചത് പുള്ളിക്കാരന്റെ സ്വന്തം ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അകത്തുള്ളത് കൊണ്ടാണ്. അപ്പൊ അവിടെ ഇത് കുത്തിയിരുന്നതെല്ലാം പഠിച്ച് ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു. നമ്മളിത് പറയുമ്പോൾ ഇവിടെ ആസ്വദിപ്പിക്കാൻ, ഇവിടെ നമ്മളെ അനുമോദിക്കാൻ വളരെ വളരെ കൂടെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരിക്കുന്നു. നമ്മൾ ചിലപ്പോൾ ഒരു ഷാളോ പൂവോ ഒരു പെമന്റോ ഒക്കെ കൊടുക്കുമായിരിക്കാം. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ നല്ല വാക്കും പറഞ്ഞ് തീർന്നു. പക്ഷേ ഇവിടെ ഇന്ന് ഈ കുട്ടികളും ഈ അധ്യാപകരും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അതിന്റെ പുറകിലുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സാമ്പത്തികമായ പ്രതിസന്ധിയൊക്കെ എത്ര വലുതാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എല്ലാവർക്കും അത്രമാത്രം ത്യാഗത്തോടെയും കഷ്ടപ്പാടിലൂടെയും കടന്നുപോയി. അപ്പോൾ പുതിയ ഗെയിം കണ്ടുപിടിക്കാനായിട്ട് അത് കണ്ടുപിടിച്ചു, ഈ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കാനായിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇത് മത്സരത്തിന് വേണ്ടി നമുക്കറിയാം, ഇതിന് സ്കൂൾ ലെവലിൽ അംഗീകാരം കിട്ടിയിട്ടില്ല, ഉടനെ കിട്ടും. നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് സ്വർണ്ണ മെഡൽ കിട്ടിയത് കൊണ്ട്, കേരളത്തിലുള്ള കുട്ടികൾ കൂടുതലത് കളിച്ചതുകൊണ്ട്, പേരാവൂര് കിട്ടിയത് കൊണ്ട്, അപ്പൊ സണ്ണി ന്യൂസ് മെമ്മറി വരുമ്പോൾ നമുക്ക് പറയണം, അതൊന്ന് ഒരു സബ്മിഷനായിട്ട് തന്നെ ഉന്നയിച്ച് ഈ ഗെയിം തീർച്ചയായിട്ടും നമ്മുടെ സ്കൂൾ മാനുവൽ ഉൾപ്പെടുത്താനായിട്ട് പറയണം. അത് ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ സണ്ണി ന്യൂസ് സാർ മറന്നുപോയിരിക്കും, എഴുതി തന്നെ കൊടുക്കണം. അത് സാറിനെ തന്നെ ഏൽപ്പിക്കാം, നമ്മുടെ തകഞ്ഞനെ തന്നെ ഏൽപ്പിക്കാം. കാരണം അവര് രാഷ്ട്രീയ പ്രതിനിധികൾ തിരക്കുള്ളവരാ.
അപ്പൊ ഇങ്ങനെ നമ്മൾ കറിഞ്ഞുകൊണ്ടിരുന്നാലേ പറ്റുള്ളൂ. അപ്പൊ ഇതൊരു വലിയ പ്രചോദനമാണ്. നമുക്ക് ഓർത്ത് നോക്കിക്കേ, ഇത് സ്കൂൾ മാനുവൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിൽ നിന്നുപോയ ഈ കുഞ്ഞുമക്കൾക്ക് അവർക്ക് 10ാം ക്ലാസ് വരുമ്പോൾ എത്ര മാർക്ക് കിട്ടും ഇന്റർനാഷണൽ മത്സരത്തിലാണ് പോയിരിക്കുന്നത്. അതിന്റെ ഗൗരവം കുറച്ച് കാണാൻ പാടില്ല. അതുകൊണ്ട് തകർച്ച ചെയ്യും. അതുപോലെ ഈ കുഞ്ഞുങ്ങള് ഞാൻ ഓർക്കുന്നുണ്ട്, ഇവര് പോകാൻ നേരം എന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദമൊക്കെ വാങ്ങി പോയത്. ഇവരെ സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടുന്ന് പോയപ്പോൾ സാറും ഇവിടെ കുറച്ചുപേർ ഇവിടെ അതിൽപ്പെട്ട ഞങ്ങളവിടെ പോയത് രാത്രിയില് എല്ലാം ഇങ്ങനെ തളർന്നുകുത്തി ആപ്പാടെ ഇങ്ങനെ വളരെ വശം കെട്ടാണ് എല്ലാവരും വന്നത്. പക്ഷെ അവിടെ വന്നൊരു പൂമാലയൊക്കെ രാത്രി നട്ടപ്പാതിരായി ഇവർക്ക് കൊടുക്കുകയും അത് കഴിഞ്ഞ് മുദ്രാവാക്യം ഫെരാറിന്റെ മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്തപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറായി. അത് പോലീസുകാരടക്കം വന്ന് ചോദിക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്ത് ഞാൻ ഓർക്കുകയുണ്ടായി. അപ്പോൾ അവര് ആ സ്വീകരണമൊക്കെ അഭിമാനത്തോടു കൂടി ഇന്ന് റിലീസ് ചെയ്ത ഒരു മാഗസിനകത്ത് ആ ഫോട്ടോ വെച്ചത് ഞാൻ കാണുകയുണ്ടായി. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വളർന്നു വരുന്നതിൽ അഭിമാനവും സന്തോഷവും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന സകലരുടെയും പേരിലുള്ള അഭിനന്ദനങ്ങള് തങ്കച്ചൻ ചേട്ടനും കുട്ടികൾക്കും കൊടുക്കുന്നു. നല്ലൊരു കൈയ്യടി നമുക്ക്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. അത് പ്രസിഡന്റിനോട് ഭരണസമിതിയോടാ. ബാങ്കിന് അത്യാവശ്യം ലാഭമൊക്കെ ഉണ്ടാകുന്നുണ്ടെന്നാണ് ഞാൻ കേൾക്കുന്ന കണക്കുകൾ പറയുന്നത്. അത് തന്നെയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും കാരുണ്യത്തിന്റെ മുഖമായി അല്ലെങ്കിൽ സമൂഹത്തിന്റെ പ്രതിബദ്ധതയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. സാധിക്കും നിയമം അനുവദിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്പോർട്സിന് വേണ്ടിയിട്ടും കൂടി കുറച്ച് എന്തെങ്കിലുമൊക്കെ മാറ്റിവെക്കാൻ സാധിക്കുമെങ്കിൽ വലിയ ഉപകാരമായി. കാരണം ഇവർക്ക് പ്രത്യേകിച്ചും ലങ്കാടി ഇന്റർനാഷണൽ ആയിട്ടൊക്കെ പോയിട്ട് വന്നതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ സാധിക്കുമോ, നിയമം അനുവദിക്കുമെങ്കിൽ കുറച്ച് പൈസ അതിനുവേണ്ടി. അതുപോലെ ഞാൻ വിചാരിക്കുന്നത് ഇന്ന് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ സാധാരണ എടുത്ത പരിപാടി വിളിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ഇത് വിളിച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിലെ കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതും ആയിക്കോട്ടെ. മാനേജർ എന്ന നിലയ്ക്ക് ഞാനത് ശ്രദ്ധയപ്പെടുത്തിയതേ ഉള്ളൂ. ഇനി ഞാൻ പറയാത്തതിന്റെ പേരിൽ കിട്ടാതെ വരരുതല്ലോ. കൈയടിക്ക് നിങ്ങളെന്ത്. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ എന്നെ വിളിക്കുകയും ശ്രമിക്കുകയും ചെയ്തതിന് എല്ലാ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇതുപോലുള്ള പ്രോത്സാഹനവും ഇതുപോലുള്ള മീറ്റിങ്ങുകളും ഒക്കെ ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗം തന്നെയാണ്. പ്രിയപ്പെട്ട ചണ്ടിച്ചേട്ടൻ പ്രസിഡന്റിനോടും എല്ലാ ഡയറക്ടർ ബോർഡ് അംഗങ്ങളോടും പ്രത്യേകിച്ചും നമ്മുടെ ഇവിടുത്തെ ജോലിക്കാരെ അവരെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. വളരെ ഈ ഡയറക്ടർ ബോർഡിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നതിനാണ് ഈ ബാങ്കിന്റെ വിജയം. ഒപ്പം നിങ്ങളെ ഓരോരുത്തരോടും അടുത്ത പ്രാവശ്യം നിങ്ങൾ മീറ്റിങ്ങിന് വരുമ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളികളെ കൂടി കൂട്ടിക്കൊണ്ടുവരും. അപ്പോൾ ഇത് ഡയറക്റ്റ് കാണും ആളുകൾ. താങ്ക് യു വെരി മച്ച്. നമ്മുടെ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്ത് ഇവരെ ഈ ഉന്നതിയിലേക്ക് എത്തിക്കാൻ ഏറ്റവും മുന്നിട്ട് നിന്ന നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ തങ്കഞ്ചേട്ടന് നമ്മുടെ ബാങ്കിന്റെ പേരിൽ നേപ്പാളിൽ വെച്ച് നടത്തപ്പെട്ട 4ാമത് ഇന്റർനാഷണൽ ഓപ്പൺ ഇൻഡോ നേപ്പാൾ ലങ്കാടി ടൂർണമെന്റ് 2025 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ഇന്ത്യൻ ടീം അംഗങ്ങളെ പരിശീലിപ്പിച്ച കോച്ച് തങ്കച്ചൻ കോക്കാടിന് ബാങ്കിന്റെ വക ഒരു സ്നേഹോപഹാരം. ചെറിയൊരു ക്യാഷ് അവാർഡും തങ്കഞ്ചേട്ടന് വേണ്ടി കൊടുക്കുന്നുണ്ട്. കുട്ടികളെ ഓരോരുത്തരെ പേര് വിളിക്കാം. ചൈതന്യ വിനോദ്, അമർനാഥ് അനീഷ്, പാർത്ഥിബ്, നിയാറോസ് ബിജു, നിയാറോസ് ബിജു, ദിയ ആൻഡ് ഡെന്നി,
എഡ്വിൻ ജോസ് റോബിൻ, തനിയാദാസ്, അമയ എം, കാതറിൻ നമ്മുടെ ബാങ്കിന്റെ മെമ്പറും നമ്മുടെ നാട്ടുകാരിയുമായിട്ടുള്ള കാതറിൻ ബിജു കരിയാട്ടിലാണ് അടുത്തത്. ജൂബിലി ചാക്കയെ ക്ഷണിക്കുന്നു. ഈ മഹനീയ ചടങ്ങിന്റെ ഏറെ ബഹുമാനായ അധ്യക്ഷൻ, തൊണ്ടി സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സണ്ണിച്ചേട്ടൻ, ജോസഫ് അവറുകൾ, നമ്മുടെ ഈ ചടങ്ങിന് നല്ല വാക്കുകൾ കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ അനുമോദിച്ചുകൊണ്ടും ഇവിടെ സംസാരിക്കുകയും സമ്മാനദാനം വിതരണം ചെയ്യുകയും ചെയ്ത ഏറെ ബഹുമാനപ്പെട്ട നമ്മുടെ ഷാജി അച്ഛ അധ്യക്ഷ, ഇന്ന് ഈ ദിവസം നേപ്പാളിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ തലത്തിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ ലങ്കാടി കായികമേളയിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെ, അതിന് കോച്ചിങ് കൊടുത്ത തങ്കച്ചൻ ചേട്ടൻ ഉൾപ്പെടെയുള്ള ഏറെ ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ഒരു പരിപാടിയിൽ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ വളരെയധികം അഭിമാനം തോന്നുകയാണ്. നമ്മുടെ ഈ മേഖലയിലെ തൊണ്ടിയിൽ സർവീസ് സഹകരണ ബാങ്ക് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള നൂതനമായ പദ്ധതികളുമായിട്ട് മുൻപോട്ടേക്ക് വരികയാണ്. സണ്ണിച്ചേട്ടൻ ഇതിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും അതിനു മുൻപ് ഉള്ള ഭരണസമിതിയും ഒക്കെ വളരെ നല്ല മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരളത്തിലാകെ അറിയപ്പെടുന്ന രീതിയിലുള്ള ഒരു സഹകരണ പ്രസ്ഥാനമായി തൊണ്ടിയിൽ സർവീസ് സഹകരണ ബാങ്കിനെ മാറ്റുവാൻ സാധിച്ചിട്ടുള്ളത്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിയെ കൂടി ഈ സമയത്ത് അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂർ വിഷൻ നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ സണ്ണിച്ചേട്ടന്റെ ഒരു അഭിമുഖം കാണാൻ ഇടയുണ്ടായി. വളരെ താഴെ തട്ടിൽ നിന്ന് വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് സമൂഹത്തിന്റെ ഉന്നത തലങ്ങളിലേക്ക് എത്തിച്ചേർന്ന ഒരു നല്ലൊരു മനുഷ്യനായി സണ്ണിച്ചേട്ടനെ അതിൽ കാണാൻ കഴിഞ്ഞു. നമുക്കേറെ അഭിമാനമാണ്. കാരണം അദ്ദേഹത്തെ പോലെയുള്ള ആളുകളോടൊപ്പം പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ ഞങ്ങൾക്കൊക്കെ അഭിമാനം നൽകുന്ന ഒരു കാര്യം. തൊണ്ടി സർവീസ് സഹകരണ ബാങ്ക് നേരത്തെ ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പരാജയത്തിലായിരുന്ന പൂളക്കുറ്റി സർവീസ് സഹകരണ ബാങ്കിനെ ഏറ്റെടുക്കുകയും അവിടെയുള്ള ജനങ്ങളുടെ ഒക്കെ വളരെ കാലത്തെ ആശങ്കകൾക്ക് പരിഹാരമുണ്ടാക്കി കൊടുക്കുവാൻ കൂടി ആ പൂളക്കുറ്റി സർവീസ് സഹകരണ ബാങ്കിനെ ഏറ്റെടുത്തപ്പോൾ സാധിച്ചു എന്നുള്ളത് നമുക്ക് വലിയൊരു കാര്യമാണ്. നിരവധിയായിട്ടുള്ള സമരങ്ങൾ പൂളക്കുറ്റി സർവീസ് സഹകരണ ബാങ്ക് തകർന്നപ്പോൾ ഉണ്ടായിട്ടുള്ള സമര കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിലേറെ ആശങ്കപ്പെടുത്തുന്നത് അവിടെ ഉണ്ടായിരുന്ന പാവപ്പെട്ട ജനങ്ങൾ, ആ ജനങ്ങൾ തുച്ഛമായി അവർക്ക് കിട്ടുന്ന സമ്പാദ്യമൊക്കെ സ്വരുക്കൂട്ടി നിക്ഷേപിച്ച് വലിയ ഒരു പ്രതീക്ഷയോടുകൂടി ആ നാടിന്റെ ഒരു സംരംഭമായി കണ്ടപ്പോൾ ആ ബാങ്ക് തകർന്നു പോയപ്പോൾ അവർക്കുണ്ടായ ആശങ്ക, ഞങ്ങൾ എങ്ങനെ ഇനി മുൻപോട്ടേക്ക് പോകും, ഞങ്ങളെ പോലെയുള്ള ആളുകളെയൊക്കെ വന്ന് കണ്ട് ഒരുപാട് സംസാരിച്ചതാണ്. പിന്നീട് അങ്ങോട്ട് നമ്മുടെ ഏറെ ബഹുമാനപ്പെട്ട MLA-യും അതേപോലെ തന്നെ K. സുധാകരൻ സാറും ഒക്കെ സണ്ണിച്ചേട്ടന്റെ വീട്ടിൽ യോഗം ചേർന്നപ്പോൾ ഞങ്ങളൊക്കെ അതിൽ പങ്കെടുത്ത ആളുകളാണ്. അതിനുശേഷം അവിടെയുള്ള ജനങ്ങൾ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിനകത്ത് വളരെ കാര്യക്ഷമമായി ഇടപെട്ട്
ഈ ബാങ്കിനെ ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ടേക്ക് പോകാൻ തൊണ്ടി സർവീസ് സഹകരണ ബാങ്ക് കാണിച്ച, അതിന്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ കാണിച്ച ആ വലിയൊരു മഹാമനസ്കത, അതിന് എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാലും മതിയാകില്ല. ഞങ്ങൾക്ക് അവർക്കൊരു സ്വീകരണം കൊടുക്കുവാൻ തോന്നുന്നുണ്ട്. MLAക്ക് സ്വീകരണം കൊടുക്കുവാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ വിവരം MLAയോട് പറഞ്ഞപ്പോൾ MLA എന്നോട് പറഞ്ഞു, എനിക്കല്ല സ്വീകരണം തരേണ്ടത്, സണ്ണിക്ക് സ്വീകരണം കൊടുക്കണമെന്നാണ് MLA പറഞ്ഞത്. നമ്മുടെ ബഹുമാനപ്പെട്ട MLA എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ അത്ര നല്ല രീതിയിൽ ഈ ഒരു ബാങ്കിനെ കേരളം മൊത്തം അറിയപ്പെടുന്ന രീതിയിലേക്ക് മാറ്റുവാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നൂതന പദ്ധതികളുമായി മുൻപോട്ടേക്ക് വരികയാണ്. കാരുണ്യ മേഖലയിലേക്ക് കൈവച്ചിരിക്കുകയാണ്. ആംബുലൻസിന്റെ സർവീസ് ഏറെ ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ജനകീയനായ നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കുന്ന പ്രിയപ്പെട്ട MLA ഞാൻ ഈ അവസരത്തിൽ തൊണ്ടി സർവീസ് സഹകരണ ബാങ്കിന് വേണ്ടിയും ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയും സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ സെന്റ് ജോർജ് UP സ്കൂളിലെ ഹെഡ് മാസ്റ്റർ കടന്നു വരുന്നു, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. MLAക്ക് ഏറെ തിരക്കുകളുണ്ട്, അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ അച്ഛൻ തന്നെ സാറ് വരാൻ വേണ്ടിയിട്ട് കാത്തിരുന്നതാണ്, അച്ഛനും തിരക്കുണ്ട്. തണൽ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് രൂപം നൽകുകയും അതുവഴി ഒരു നഴ്സിനെ അടക്കം ഇവിടെ നൽകിക്കൊണ്ട് ഈ മേഖലയ്ക്കകത്ത് പിന്നെ പാലിയേറ്റീവിന്റെ കെയർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വേണ്ടുന്ന ആളുകൾക്ക് ഒരു ആശ്രയ കേന്ദ്രമായി നമ്മുടെ തൊണ്ടിയിൽ സർവീസ് സഹകരണ ബാങ്ക് മാറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്പോർട്സ് എന്ന് പറയുമ്പോൾ തൊണ്ടിയെ സംബന്ധിച്ച്, പേരാവൂരിനെ സംബന്ധിച്ച് എപ്പോഴും ലോകത്തിന്റെ നെറുകയിൽ തന്നെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് പേരാവൂർ എന്ന് പറയുന്നത്. നമ്മുടെ മൺമറഞ്ഞു പോയ നമ്മുടെ കായിക താരം ജിമ്മി ജോർജിന് ജന്മം നൽകിയ നാടാണ്. അഞ്ജു ബോബി ജോർജിനെ മരുമകളായി വരവേറ്റിയ ഒരു നാടാണ്. ആ സ്പോർട്സിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു മേഖലയാണ്. എന്നും സ്പോർട്സിന്റെ പേരിൽ പേരാവൂർ അറിയപ്പെടാറുണ്ട്. ആ സ്പോർട്സിന് പുതിയൊരു മുഖം നൽകി നമ്മുടെ ഈ പ്രദേശത്തെ കുഞ്ഞു മക്കൾക്ക് പരിശീലനം നൽകി അവരെ ഇന്റർനാഷണൽ തലത്തിൽ അവർക്ക് ഗോൾഡ് മെഡൽ നേടിക്കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ അവരെ അനുമോദിക്കുക കൂടി ഈ ബാങ്ക് ചെയ്യുകയാണ്. നമുക്ക് നാട്ടുകാർക്കെല്ലാം ഒത്തിരി സന്തോഷം ഉളവാക്കുന്ന ഒരു നിമിഷത്തിൽ ഇവിടെ ഈ സമ്മാനം ഗോൾഡ് മെഡൽ നേടിയ കുട്ടികളെ അഭിനന്ദിക്കുന്നു. കാരുണ്യ പ്രവർത്തനങ്ങളുമായി മുൻപോട്ടേക്ക് പോകുന്ന തൊണ്ടി സർവീസ് സഹകരണ ബാങ്കിന് എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട്, ആശംസകൾ അറിയിച്ചുകൊണ്ട്, അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തണൽ പാലിയേറ്റീവ് കെയറിന്റെ ഉദ്ഘാടനം നടത്താൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന MLAയെ കാര്യപരിപാടികൾക്കായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ബാങ്ക് പ്രസിഡന്റ് ശ്രീ സണ്ണി, ബഹുമാന ഷാജി അച്ഛൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജൂബിലി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബൈജു മാസ്റ്റർ, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാജു, നൂറുദ്ദീൻ, ബാബു, ഉദ്യോഗസ്ഥരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഞാൻ താമസിച്ച് വന്നിട്ട് നേരത്തെ പോകേണ്ടി വരുന്ന സാഹചര്യത്തിലെ ഖേദം അറിയിക്കുകയാണ്. നിശ്ചയിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില യാത്രകൾ ചെയ്യേണ്ടി വന്നു. രാവിലെ പയ്യന്നൂരിൽ ദീർഘകാല സഹപ്രവർത്തകനായിരുന്ന ശ്രീ M നാരായണൻകുട്ടി അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തെ തുടർന്ന് പയ്യന്നൂരിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി രാവിലെ ട്രെയിനിന് വന്നിട്ട് പിന്നീട് തളിപ്പറമ്പിലെ പരിക്കുപറ്റി കിടക്കുന്ന ഒരു സഹപ്രവർത്തകയെ സന്ദർശിച്ചു. പിന്നീട് നമ്മളുടെ ജയിലിലുള്ള സിസ്റ്ററുടെ വീട്ടിൽ ഉദയഗിരിയിൽ പോയി സിസ്റ്ററുടെ അമ്മയെയും സഹോദരങ്ങളെയും കണ്ടു. 2 വീട്ടിലായിട്ടാണ് അവർ താമസിക്കുന്നത്. കഴിഞ്ഞ പയ്യാവൂരിൽ കുടിയേറ്റത്തിന്റെ ഒരു സിമ്പോസിയം നടക്കുന്നുണ്ട്. വള്ളപ്പള്ളി പിതാവിന്റെ നാമധേയത്തിലുള്ള സ്മാരകത്തിന്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയും കയറേണ്ടി വന്നു. അത് ഞാൻ നേരത്തെ വിളിച്ചതായിരുന്നെങ്കിൽ പുതിയ യാത്രാ ക്രമീകരണത്തിന്റെ ഭാഗമായിട്ട് അവിടെയും കയറേണ്ടി വന്നു. അതുകൊണ്ടാണ് താമസിച്ചത്. ഇനി കൊട്ടിയൂരിലെ 2-3 സ്ഥലത്തും കൂടെ പോകണം. അതുകൊണ്ട് ഞാൻ ദീർഘിച്ച് പ്രസംഗിക്കുന്നില്ല. ഇവിടെ ഞാൻ വരുമ്പോൾ ജൂബിലിയുടെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. തൊണ്ടിയിൽ സർവീസ് സഹകരണ ബാങ്ക് ജനക്ഷേമ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിൽ ഭരണസമിതിയും ജീവനക്കാരും മെമ്പർമാരും ഇടപാടുകാരും എല്ലാവരും സഹകരിച്ചുകൊണ്ടുള്ള നല്ല പ്രവർത്തനങ്ങൾ നിരവധിയായിട്ട് നടക്കുന്നു. സഹകരണ രംഗത്ത് ഒരു മാതൃകയായിട്ട് സഹകരണം എന്നതിന്റെ അർത്ഥം എന്താണ്
ജനങ്ങളുടെ കൂട്ടായ്മയാണ്, നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളാണ്, ജനോപകാര പ്രവർത്തനങ്ങളാണ് എന്ന് തെളിയിച്ചുകൊണ്ടുള്ള 2 സംരംഭങ്ങൾ. ഒന്ന്, ബാങ്കിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ഉദ്ഘാടനം. പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഇന്ന് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറുന്നു. രോഗാവസ്ഥ ശുശ്രൂഷിക്കാനോ പരിചരണത്തിനോ ആളുകളില്ലാത്ത നിരവധി രോഗികളുണ്ട്. അവർക്കെല്ലാം ആശ്വാസം നൽകാൻ, പരിചരണം നൽകാൻ ഈ യൂണിറ്റിന്റെ പ്രവർത്തനം വഴി സാധിക്കും എന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്റർനാഷണൽ ലങ്കാടി മത്സരത്തിൽ വിജയിച്ച കുട്ടികൾക്കുള്ള അനുമോദനം. അച്ഛനിപ്പോ പറഞ്ഞത്, ആ മത്സര ഇനത്തെ ഗവൺമെന്റ് കുട്ടികൾക്ക് ഒരു ഔദ്യോഗിക ഇനമായിട്ട് അംഗീകരിക്കുകയോ അവർക്ക് അതിനുള്ള സ്കോളർഷിപ്പോ അല്ലെങ്കിൽ ജോലി സാധ്യതയോ ഒന്നും അനുവദിച്ചിട്ടില്ല. ലങ്കാടി എന്ന മത്സര ഇനത്തിന് ആ നിലയിൽ സ്പോർട്സ് കൗൺസിലും കായിക വകുപ്പും അംഗീകരിക്കുന്നതിന് വേണ്ടി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അതിന്റെ ഡീറ്റെയിൽസ് തന്നാൽ ഞാൻ സ്പോർട്സിന്റെ മന്ത്രിയുമായും ഉദ്യോഗസ്ഥന്മാരുമായിട്ടും അക്കാര്യം സംസാരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ്. കുട്ടികൾ വളരെ അഭിമാനകരമായ നേട്ടം കരസ്ഥമാക്കിക്കൊണ്ടാണ് ഈ മത്സരത്തിൽ വിജയിച്ചിട്ടുള്ളത്. ഈ പേരാവൂരിന്റെയും തൊണ്ടിയുടെയും കായിക പാരമ്പര്യം ഞാൻ പറയേണ്ടതായിട്ടില്ല. ആ പാരമ്പര്യം വോളിബോളിലോ അല്ലെങ്കിൽ ഓട്ടത്തിലോ ചാട്ടത്തിലോ മാത്രമായിട്ട് ഒതുക്കാതെ എല്ലാ മേഖലയിലും, ചെസ്സാണെങ്കിലും ഇപ്പൊ ലങ്കാടി ആണെങ്കിലും അമ്പെയ്ത്താണെങ്കിലും ഏത് മത്സര രംഗത്തും നമ്മുടെ കുട്ടികൾ മികവുറ്റവരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്പോർട്സിൽ വരുന്ന പ്രതിഭകൾക്ക് നല്ല വ്യക്തികളായിട്ട് വളരാനും അവസരം കിട്ടുന്നുണ്ട്. സ്പോർട്സിന്റെ ഒരു കാര്യം അതിൽ ഡിസിപ്ലിനാണ്, അനുസരണമാണ്, കൂട്ടായ്മയാണ്, ടീം വർക്കാണ് വിജയത്തിന്റെ കരുത്ത്. ആ നിലയിലേക്ക് കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്കും വ്യക്തിത്വ വികസനത്തിനുമെല്ലാം കായിക പരിശീലനം ഉപകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ കുട്ടികളെ പരിശീലിപ്പിച്ച പരിശീലകർക്കും അവർക്കുള്ള പ്രോത്സാഹനം നൽകുന്ന അധ്യാപകർക്കും അതുപോലെ നല്ല വിജയം കരസ്ഥമാക്കിയ മക്കൾക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും അറിയിക്കുന്നു. ഈ പദ്ധതികളുടെ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് അറിയിക്കുന്നു. നമസ്കാരം. അതെ, കായിക താരങ്ങളെ കോച്ചും പറഞ്ഞില്ലേ, പരിശീലകരെന്ന് പറഞ്ഞാൽ പരിശീലകർ, തങ്കച്ച സാർ ഉൾപ്പെടെയുള്ള പരിശീലകർക്കും പ്രത്യേകമായിട്ടുള്ള അവരുടെ എല്ലാം നിസ്വാർത്ഥമായ ലക്ഷ്യബോധത്തോടുള്ള സേവനത്തിന്റെ ഫലമായിട്ടാണ് ഈ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. അവരെല്ലാം അഭിനന്ദനം അറിയിച്ചുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമസ്കാരം. തിളങ്ങി നിൽക്കുകയാണ് നടത്തണമെങ്കിൽ. അപ്പൊ അന്ന് പൊളിറ്റിക്കലി നമുക്ക് താല്പര്യമില്ലാത്ത ഒരാൾക്ക് ബാലനമ്പ്യാർ ലോൺ കൊടുത്തു, നമ്മുടെ രാഷ്ട്രീയ എതിരാളിക്ക്. അപ്പൊ ഞാൻ ബാലനമ്പ്യാരുടെ വീട്ടിൽ ചെന്ന് ആ വിഷയം ചൂണ്ടിക്കാണിച്ച് പൊട്ടിത്തെറിച്ചു. ഇതൊരു രാഷ്ട്രീയ നിലപാടല്ല എന്ന് ബാലനമ്പ്യാർ പറഞ്ഞു. അപ്പം ബാലനമ്പ്യാർ എന്നെ അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞൊരു വാക്ക് എനിക്ക് ഓർമ്മ വരുവാണ്. നീ വലുതാവുന്ന എന്തെങ്കിലും ഒരു സഹകാരിയുടെ വിഷമം മനസ്സിലാവും. ഒരു നല്ല സഹകാരി ഒരു പക്കാ പൊളിറ്റീഷ്യൻ ആവാൻ പറ്റില്ല. ഒരു നല്ല സഹകാരിക്ക് എല്ലാവരെയും കൂട്ടി യോജിച്ചേ പോകാൻ പറ്റും. ബാലനമ്പ്യാർക്ക് ശേഷം മണത്തറ മേഖല എന്ത് പറ്റിയെന്ന് നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ ആ ബാലനമ്പ്യാറേക്കാൾ കരുത്തനായി സണ്ണിച്ചേട്ടൻ ഈ സ്ഥാപനത്തെ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഇപ്പൊ കൊട്ടിയൂര് മുതൽ ഇങ്ങോട്ട് എടുത്താൽ അഭിമാനത്തോടെ പറയാവുന്ന സ്ഥാപനമാണ്. മണത്തറയിലേക്ക് ആളുകൾ നിക്ഷേപത്തിന് പൈസ കൊണ്ടിടേണ്ട കാര്യം പറയുമ്പോൾ കഴിഞ്ഞ തിട്ടേ കണ്ണേടനോട് സംസാരിച്ചത് സഹകരണ രംഗത്ത് വിശ്വസിക്കാവുന്ന സ്ഥാപനമാണ് തൊണ്ടി സർവീസ് സഹകരണ ബാങ്ക്. ഒരു തരത്തിൽ നമുക്ക് ടെൻഷൻ വേണ്ടെന്ന് പറയുകയുണ്ടായി. വളരെ കുറുക്കന്റെ ബുദ്ധികളാണ് നമ്മുടെ കണ്ണേട്ടൻ. അപ്പൊ കണ്ണേട്ടനെ പോലെ ഒരാളുടെ സർട്ടിഫിക്കറ്റ് കിട്ടാന്ന് പറഞ്ഞാൽ കണ്ണേട്ടൻ പോലും എന്ന് പറയണമെങ്കിൽ അപ്പൊ ഇവിടെ എത്തി. അത്ര വിദഗ്ധമായി നന്നായി സ്ഥാപനത്തെ കൊണ്ട് ലാഭം മാത്രമല്ല അവിടെ കണ്ണു നനയ്ക്കുന്ന കാഴ്ചയാണ്. രാഷ്ട്രീയക്കാരൊക്കെ നിസ്സഹായരാണ് പാവപ്പെട്ടവരെ സഹായിക്കാൻ പലപ്പോഴും. ആ രംഗം സണ്ണിച്ചേട്ടൻ തുടങ്ങി വെച്ചത് ഇതൊരു കൊടുങ്കാറ്റായി മാറണം. സണ്ണിച്ചേട്ടൻ അത് കഴിയും. ഈ പാവപ്പെട്ട ഒരുപാട് ആളുകൾ ചികിത്സ എല്ലാ രംഗത്തും കരയുന്ന ആളുകളുണ്ട്. അവരുടെ ഒരു ചെറിയ ആശ്വാസങ്ങൾ കൊടുക്കാൻ തൊണ്ടി സർവീസ് സഹകരണത്തിൽ സണ്ണിച്ചേട്ടൻ നിർത്തി കഴിയട്ടെ. നല്ല മുന്നോട്ടേക്കുള്ള പോക്കിൽ ഹൃദയത്തിൽ നിന്നെടുത്ത 1000 ആശംസകൾ. നന്ദി, നമസ്കാരം. പാവപ്പെട്ട രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു ആശ്രയത്തിന്റെ ഒരു തണലായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവരുടെ MLA ക്ക് ഈ യോഗത്തിന്റെ പേരുള്ള നന്ദി സ്നേഹപൂർവ്വം അർപ്പിക്കുകയാണ്.
അതുപോലെ ഇന്നത്തെ ഈ ചടങ്ങിൽ അധ്യക്ഷത അലങ്കരിച്ച ബഹുമാനപ്പെട്ട ബാങ്ക് പ്രസിഡന്റ് ശ്രീ സണ്ണി സിറിക്കാവുകൾ അദ്ദേഹത്തിനും ഈ എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ആംബുലൻസിന്റെ ആധുനികവൽക്കരണം നടത്തിയ ബഹുമാനപ്പെട്ട AR പ്രദോഷ് സാറിനും ഈ യോഗത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ സാന്നിധ്യം കൊണ്ട് സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. കംപ്ലീറ്റ് കാണിച്ചു കൊടുക്കുക. അങ്ങോട്ട് കൂട്ടെ. കട്ടിലും കൊടുക്കുവാണ്. കട്ടിലും ചെയറും ടീച്ചർ കൊടുക്കുന്നതാണോ? നല്ലത് ടീച്ചർ കൊടുക്കുന്നതല്ലേ? ഇതാണോ കൂട്ടിയിട്ടാണോ അല്ലേ? ഇങ്ങനെ നിൽക്കാം അല്ലേ? ഇവിടെ നിൽക്കാം. അങ്ങനെയാ ബാക്കിൽ നിൽക്കുകയാണ്. കുറച്ചിങ്ങോട്ട് വെച്ചാൽ ഫോട്ടോ ഒരു ശകലം കൂടെ കുഴപ്പമില്ല, കുഴപ്പമില്ല. ആയിക്കോട്ടെ. ഇതങ്ങോട്ട് ശരി. ഒരു വാക്കർ നമുക്ക് കമലേശിക്ക് വേണ്ടി തോന്നുന്നല്ലേ.
നടത്തുന്നത്. ഈ ആംബുലൻസിന്റെ ICU യൂണിറ്റിന്റെ ഉദ്ഘാടനം നടത്തുന്ന നമ്മുടെ പ്രിയങ്കരനായ പേരാവൂരിന്റെ AR ഇരിട്ടി AR ആയിരിക്കുന്ന പ്രതിഷ്ഠാറാണ് നമുക്കിതിന്റെ ഉദ്ഘാടനം നടത്തിയിരിക്കുന്നത്. ആ ഉദ്ഘാടന സമയത്തേക്ക് MLA ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് MLAക്ക് അസൗകര്യം 12:30 വരെ MLAക്ക് ഒരു അസൗകര്യം പറഞ്ഞതുകൊണ്ട് ഈ ആംബുലൻസിന്റെ ഉദ്ഘാടനം നമ്മൾ ആദ്യമായിട്ട് നടത്തി. സാറിനും 12 മണിക്ക് ഒരു മീറ്റിംഗിലേക്ക് പങ്കെടുക്കേണ്ട ഒരാവശ്യം ഉള്ളതുകൊണ്ട് സാറിനെ ഈ ആംബുലൻസിന്റെ ICU യൂണിറ്റിന്റെ ഉദ്ഘാടനത്തിനായിട്ട് ഞങ്ങൾ ഏവരും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട സർവീസ് ഇവിടെ സന്നിഹിതനായി ജനപ്രായ സഹകാരി സുഹൃത്തുക്കൾ സർവീസ് സഹകരണ ബാങ്ക് അതിൻ്റെ വളർച്ചയുടെ പാതയുടെ വ്യാപനം സാമൂഹിക സേവനം സഹകരണ മേഖലയുടെ സാമൂഹിക പ്രതിബദ്ധത ഉറപ്പുവരുത്തുന്ന രീതിയിൽ വിവിധങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുൻ വർഷങ്ങളിൽ ആംബുലൻസിൻ്റെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ടെങ്കിലും ആംബുലൻസിനകത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ സജ്ജീകരിച്ച് അതിൻ്റെ ഒരു ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുവാൻ പോകുന്നത്. അപ്പോൾ ഏവരുടെയും സമ്മതത്തോടു കൂടി ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുകയാണ്. അല്ലേ മുകളിലേക്ക് കയറാം. ഡ്രൈവർ സാറിന് ഒരു അർജന്റ് മീറ്റിംഗ് സാറിന് 12 മണിക്ക് പങ്കെടുക്കുന്നതോട് സാർ നീങ്ങുന്നു. ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർ MLA 12:30 പക്ഷെ ഞങ്ങൾ തുടങ്ങുക. എല്ലാവർക്കും Mm-hmm.